blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറട്ടെ. ലോകം എമ്പാടുമുള്ള ബ്ലെസ്സിങ് ടുഡേ ഫാമിലിയിൽപ്പെട്ട സകലരും ചേർന്ന് ഇന്നത്തെ ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത ഇതിൻ്റെ പിന്നിൽ സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ചവർക്കായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് താനയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ മൂത്ത മകനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവഭയമുള്ള വളരെ യോജിച്ച ഒരു ജീവിത പങ്കാളിയെ കർത്താവ് കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൊന്നൂരിൽ നിന്നുള്ള KK ഉഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബാങ്ക് ലോൺ തിരിച്ചടക്കാൻ അങ്ങ് അത്ഭുതകരമായി സഹായിക്കണമേ. എല്ലാ കടബാധ്യതയിൽ നിന്നും പൂർണ്ണമായ വിടുതൽ കർത്താവെ നീ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മാസ്റ്ററായി നിൽക്കുന്ന ആൻറ്റിയുടെ പേര് ലില്ലി എന്നാണ്. താൻ ഇന്നിവിടെ നിൽക്കുന്ന അമ്മച്ചിയുടെ സാക്ഷ്യം പറയുവാനാണ്. അമ്മച്ചിക്ക് 83 വയസ്സുണ്ട്. അമ്മച്ചിയുടെ പേര് ത്രേസ്യ എന്നാണ്. അമ്മച്ചി താമസിക്കുന്നത് ഈ ആൻറ്റിയുടെ കൂടെയല്ല, തൻ്റെ സഹോദരൻ്റെ കൂടെയാണ്. ഈ ആൻറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്, 2009 പെട്ടെന്ന് തനിക്ക് ഓവറായിട്ട് ബ്ലീഡിങ് തുടങ്ങി. ഈ അമ്മച്ചിക്ക് ഓവറായിട്ട് ബ്ലീഡിങ് തുടങ്ങി. അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ അഡ്മിറ്റായി. അവിടെ സ്കാൻ ചെയ്തു. ഡോക്ടർ സ്കാൻ ചെയ്തു. സ്കാനിങ്ങിൻ്റെ ഇതിപ്പോൾ സംശയം തോന്നിയിട്ട് അത് നേരെ അതിൽ നിന്ന് എടുത്തിട്ട് ബയോപ്സിക്ക് അയച്ചു. ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പോൾ അത് ക്യാൻസർ ആണെന്ന് പറഞ്ഞാണ് ബയോപ്സിയുടെ റിസൾട്ട് വന്നത്. ഡോക്ടർ പറഞ്ഞത് വേഗത്തിൽ തന്നെ ഓപ്പറേഷൻ വേണമെന്ന്, ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്താലും ബുദ്ധിമുട്ടാണ്, ചെയ്തില്ലെങ്കിലും പ്രശ്നമാണെന്ന് പറഞ്ഞു. ഇവർ ഓപ്പറേഷനൊന്നും തയ്യാറായില്ല. ഇവർ ചെയ്ത് നേരെ പോയിട്ട് ഒരു വൈദ്യനെ കണ്ടു. വൈദ്യൻ്റെ മരുന്ന് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ വൈദ്യൻ്റെ മരുന്ന് ചികിത്സിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ചൊക്കെ ബ്ലീഡിങ്ങിൽ പോകുന്നതൊക്കെ കുറവ് വന്നു. പക്ഷേ പൂർണ്ണമായും മാറിയിട്ടില്ല. 2009 ഇത് നടക്കുന്നത്. നീണ്ട 5 വർഷത്തോളം 2014 ആ വർഷം വരെയും ഈ ചികിത്സ കണ്ടിന്യൂസ് ചെയ്തു. പക്ഷേ ബ്ലീഡിങ്ങിന് വളരെ കുറച്ച് കുറവേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനിടയിൽ വേറൊരു പ്രശ്നം വരാൻ തുടങ്ങി. വെള്ളം പോകുന്ന ഒരു അസുഖം കൂടി വരാൻ തുടങ്ങി. അത് നേരിയ ബ്രൗണിഷ് കളറിലായിരുന്നു. പക്ഷേ നമ്മുടെ സൗഖ്യദായകനെ കർത്താവ് ഒരു ദിവസം നമ്മുടെ ഈ അമ്മച്ചിക്ക് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഡാമിയൻ ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിൽ ഈ അമ്മച്ചിയുടെ പേര് തന്നെ ഡാമിയൻ ബ്രദറിന് പറഞ്ഞു കൊടുത്തു. അതിങ്ങനെ ത്രേസ്യ എന്ന് പറയുന്ന ക്യാൻസർ രോഗത്താൽ ബുദ്ധിമുട്ടുന്ന അമ്മച്ചിയെ യേശു കർത്താവ് സൗഖ്യമാക്കുന്ന രോഗ സൗഖ്യ ശുശ്രൂഷയിൽ ഡാമിയൻ ബ്രദർ വിളിച്ചു പറഞ്ഞു. സംഭവിച്ച കാര്യം അന്നത്തെ അതേ ദിവസം തന്നെ ഈ വെള്ളം, ബ്രൗണിഷ് കളറിൽ വെള്ളം പോകുന്നത് പൂർണ്ണമായി നിന്നു. കൈകളടിച്ച് കർത്താവിനെ സ്തുതിക്കാമോ? പൂർണ്ണമായി നിന്നു. ഇത് 2014 നടക്കുന്നത്. നീണ്ട 2 വർഷത്തോളം കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കി. മരുന്നാവശ്യമില്ലായിരുന്നു, ട്രീറ്റ്മെൻറ്റ് വേണ്ടായിരുന്നു, ബ്ലീഡിങ് ഇല്ല, വെള്ളപ്പോക്കില്ല, ഒന്നുമില്ല. ഞാൻ ചോദിച്ചപ്പോൾ ഈ ആൻറ്റി പറഞ്ഞത്, അമ്മച്ചി ആ പ്രായത്തിൽ എത്രത്തോളം ഒരു ആരോഗ്യം ഒരു വ്യക്തിക്കുണ്ടാകുമോ അതേ ആരോഗ്യത്തോടുകൂടി പൂർണ്ണ ആരോഗ്യവതിയായി അമ്മച്ചി വീട്ടിലുണ്ട്. ഇന്നിവിടെ വരാൻ കഴിഞ്ഞില്ല. നമ്മുടെ സൗഖ്യദായകനെ കർത്താവ് പൂർണ്ണമായി നമ്മുടെ ഈ അമ്മച്ചിയെ സൗഖ്യമാക്കി. പറഞ്ഞതെല്ലാം ശരിയാണോ സിസ്റ്റർ? എത്ര വയസ്സുണ്ട് അമ്മച്ചിക്ക്? അമ്മച്ചിക്ക് ഇപ്പോൾ 83 വയസ്സുണ്ട്. 83 വയസ്സുണ്ട്. ഇവിടെയാണോ അതോ നാട്ടിലാണോ? ഇവിടെ ചെന്നൈയിൽ തന്നെയാണ്. ചെന്നൈ തന്നെയുണ്ട്. ഓ ശരി. ഇപ്പോൾ യാതൊരു പ്രശ്നങ്ങളും പ്രശ്നമില്ല. Abu Dhabi Blessing Festival, April 12th, 2016, Tuesday. Time 7 p.m. to 10 p.m. Hotel Grand Mercure Residence, Zayed the First Street, Electra Street, Tourist Club area. Sharjah Blessing Festival, April 13th, 2016, Wednesday. Time 7 p.m. to 10 p.m. St. Martin's Anglican Church, Main Hall, Sharjah. Dubai Blessing Festival, April 14th, 2016, Thursday. Time 7 p.m. to 10 p.m. Musalla Tower, Main Hall, near Al Fahidi Metro Station, Bur Dubai.
Al Nada Blessing Festival, April 15th, 2016, Friday. Time 5 p.m. to 7 p.m. Hall number 7, first floor, near Al Mulla Plaza Building, Al Nada. Galatians chapter 2 and verse number 20. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ വാക്യം. This is a very, very famous verse. വളരെ വളരെ പ്രശസ്തമായ ഒരു വാക്യമാണ്. The writer of this verse is the Holy Spirit himself, but he used Apostle Paul. പരിശുദ്ധാത്മാവ് തന്നെയാണ് ഈ ലേഖനം എഴുതിയത്, പക്ഷേ അദ്ദേഹം പൗലോസിനെയാണ് ഉപയോഗിച്ചത്. And we read like this: I have been crucified with Christ, and I no longer live, but Christ lives in me. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. The life I live in the body, I live by faith in the Son of God, who loved me and gave himself for me. ഇപ്പോൾ ഞാൻ ശരീരത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താലാണ്. Paul in the beginning of his life was not at all living for Christ. പൗലോസ് തന്റെ ജീവിതത്തിന്റെ ആരംഭ സമയത്ത് ക്രിസ്തുവിന് വേണ്ടി അല്ല അദ്ദേഹം ജീവിച്ചത്. He was very religious man. അദ്ദേഹം വളരെയധികം മതഭക്തനായ ഒരു വ്യക്തിയായിരുന്നു. But he had no personal connection with the Lord Jesus. എന്നാൽ അദ്ദേഹത്തിന് യേശുവുമായി വ്യക്തിപരമായ ഒരു ബന്ധമില്ലായിരുന്നു. Moreover, that he hated Christ with all his guts, and he hated Christians and the Christian church with all his heart. അതിനേക്കാൾ എല്ലാം ഉപരിയായി അദ്ദേഹം ക്രിസ്തുവിനെ യേശുവിനെ വെറുത്തിരുന്നു. അത് മാത്രമല്ല, ക്രിസ്ത്യാനികൾ യേശുവിനെ അനുഗമിക്കുന്നവരെ അദ്ദേഹം വളരെയധികം വെറുത്തിരുന്നു. Acts of the Apostles chapter 9, he had an encounter with the Lord Jesus. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുകയാണെങ്കിൽ 9-ാം അധ്യായം നമ്മൾ കാണുകയാണെങ്കിൽ അവിടെ യേശുവുമായി നേരിട്ട് അദ്ദേഹം കണ്ടുമുട്ടുന്നതിനെ പറ്റി നമുക്ക് കാണുവാൻ കഴിയും. And after that his life changed. അതിനുശേഷം അവന്റെ ജീവിതം പൂർണ്ണമായി മാറുവാനിടയായി തീർന്നു. And in different occasions of our life, we also are given some opportunities to meet with Jesus. നമ്മുടെ ജീവിതത്തിന്റെ വിവിധ സാഹചര്യങ്ങളിൽ പലപ്പോഴായി നമുക്ക് യേശുവിനെ കണ്ടുമുട്ടുന്നതിന് വേണ്ടിയുള്ള പല അവസരങ്ങൾ ലഭിക്കാറുണ്ട്. Many people have testified that they came to know the Lord because their children were sick, and because of that they started praying, they started going to praying people, and thus they came to know the Lord. പല ആളുകളും വന്ന് പ്രാർത്ഥനയുടെ സമയത്ത് പറയാറുണ്ട്, അവരുടെ കുഞ്ഞുങ്ങൾക്ക് അസുഖം വന്ന സമയത്ത് അവർ യേശുവിൻ്റെ അടുക്കൽ വരികയും പ്രാർത്ഥിക്കുകയും അത് മുഖാന്തരമായി അവർ യേശുവിനെ അറിയുവാനിടയായി തീർന്നു എന്ന് പറയാറുണ്ട്. Let me tell you something. If you are going through a crisis, I believe through the crisis you will see Christ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇന്നൊരു പ്രതിസന്ധിയിലൂടെ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഞാൻ പറയട്ടെ, അതിൻ്റെ മധ്യത്തിലൂടെ നിങ്ങൾ യേശുവിനെ കണ്ടെത്താൻ പോവുകയാണ്. ഒന്നുകൂടെ പറയാമോ? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നത്തിലൂടെ ഒരു പ്രതിസന്ധിയിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ അതിൻ്റെ നടുവിൽ അതിൻ്റെ മധ്യത്തിൽ നിങ്ങൾ യേശുവിനെ കണ്ടെത്താൻ പോവുകയാണ്. ഒന്നുകൂടെ പറയാമോ പ്ലീസ്? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഒരു പ്രശ്നത്തിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ ആ പ്രശ്നത്തിന്റെ നടുവിലൂടെ നിങ്ങൾ യേശുവിനെ കണ്ടെത്താൻ പോവുകയാണ്. This problem will not kill you. This problem will give you life. ഈ പ്രശ്നം നിങ്ങളുടെ ജീവിതത്തെ കൊല്ലുകയല്ല ചെയ്യാൻ പോകുന്നത്. ആ പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ജീവൻ പകരാൻ പോവുകയാണ്. Where there is no way, Jesus will open a way. ഒരു വഴിയും ഇല്ലെങ്കിൽ യേശുവിന് ഒരു വഴി തുറക്കുവാൻ കഴിയുന്നതാണ്. Hallelujah. Hallelujah. He can open any iron gate. യേശുവിന് ഏത് ഇരുമ്പിന്റെ ഗേറ്റുകളും തുറക്കുവാൻ നിങ്ങൾക്ക് He കഴിയും. can break any iron wall. യേശുവിന് ഏത് ഇരുമ്പിന്റെ ഭിത്തികളെയും മറികടക്കുവാൻ He can കഴിയുന്നതാണ്. break any chain. യേശുവിന് എത്ര വലിയ ചങ്ങലയാണെങ്കിലും അതിനെ പൊട്ടിക്കുവാൻ കഴിയും. Hallelujah. Hallelujah. This man had an encounter with the Lord. ഈ വ്യക്തിക്ക് യേശുവുമായി നേരിട്ട് കണ്ടുമുട്ടുന്നതിനുള്ള ഒരു അവസരം ലഭിച്ചു. And it is guessed that when Jesus was alive
alive on earth, they never had met each other physically. ആളുകളുടെ ഊഹം ഇതാണ്, യേശു ജീവിച്ചിരുന്ന സമയത്ത് അവർക്ക് നേരിട്ട് കണ്ടുമുട്ടുവാനുള്ള ഒരു സാഹചര്യം ലഭിച്ചിരുന്നില്ല. Paul and Jesus had never met on earth. പൗലോസും യേശുവും അവരുടെ ജീവിതകാലത്തിൽ, യേശു ജീവിച്ചിരുന്ന സമയത്ത് അവർ നേരിട്ട് കണ്ടുമുട്ടിയിട്ടില്ല. But later in his life, he had an encounter. Jesus himself came down and he saw Jesus directly in the glorified form. എന്നാൽ പിന്നീട് തന്റെ ജീവിതകാലത്ത് യേശു കർത്താവ് തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് തന്റെ മഹത്വപൂർണമായ രൂപത്തിൽ പൗലോസിന് പ്രത്യക്ഷപ്പെടുവാനിടയായി തീർന്നു. He repented of his sins. പൗലോസ് അവിടെ തന്റെ പാപത്തെ ഓർത്ത് മാനസാന്തരപ്പെടുന്നു. Dedicated his life for Christ. തന്റെ ജീവിതം പൂർണ്ണമായി ക്രിസ്തുവിന് വേണ്ടി കൊടുക്കുന്നു. And then he is saying, I have been crucified with Christ. ആ സമയത്ത് അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. See, Jesus' crucifixion was over, his burial was over, his resurrection was over, his ascension was over, everything was over. But still he says, I am crucified with Christ. യേശു ക്രിസ്തുവിൻ്റെ ആ മരണം കഴിഞ്ഞിരിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം ക്രൂസിഫിക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. യേശു കർത്താവ് അടക്കപ്പെട്ടു, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഇപ്പോഴും പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. How is this possible? എങ്ങനെയാണ് ഇത് സാധ്യമായി തീരുന്നത്? This is in a spiritual way. ഇതൊരു ആത്മീകമായ തലത്തിലാണ് I'm സംഭവിക്കുന്നത്. going to explain to you that. ഞാനത് നിങ്ങളോട് പറയാൻ പോവുകയാണ്. And he says, I no longer live, but Christ lives in me. ഞാൻ അല്ല ഇനി ജീവിക്കുന്നത്, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാമോ? ഇനി ഞാനല്ല ജീവിക്കുന്നു, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. Now he further explains, the life I live in the body, that means in this world, I live by faith in the Son of God who loved me and gave himself for me. പിന്നീട് അദ്ദേഹം കൂടുതൽ വിശദീകരിക്കുകയാണ്, ഇപ്പോൾ ഞാൻ ശരീരത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താലാണ്. Many people in this world are living for different causes. ഒത്തിരി ആളുകൾ ജീവിക്കുന്നത് അവരുടെ ജീവിതത്തിൽ പലവിധ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. But this man is saying, I live in this world only for one purpose. ഇദ്ദേഹം പറയുകയാണ്, ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു ലക്ഷ്യത്തിനു വേണ്ടിയാണ്. I am living for Christ. ഞാൻ ക്രിസ്തുവിന് വേണ്ടി അത്രേ ജീവിക്കുന്നത്. Christ lives in me. ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. Somebody said, until you find a cause to live for, you are not worthy to live. ആരൊക്കെയോ ചിലത് പ്രകാരം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ജീവിക്കുന്നതിന് വേണ്ടി ഒരു കാരണം കണ്ടെത്തിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ജീവിക്കുന്നതിന് യോഗ്യരല്ല. Sometimes when we walk along the road, നിങ്ങൾ ഒരുപക്ഷെ റോഡിലൂടെ നടക്കുന്ന സമയത്ത് meet your friend on the way, നിങ്ങളുടെ വഴിമധ്യേ നിങ്ങളുടെ സുഹൃത്തിനെ നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ you ask casually, where are you going? നിങ്ങൾ സാധാരണ ചോദിക്കും, എവിടെയാണ് നിങ്ങൾ പോകുന്നത്? Oh, ചുമ്മാ, ഞാൻ ചുമ്മാ പോവുകയാണ്. ഇവിടെ വരെ ചുമ്മാ. They don't have an aim, just going. അവർക്കൊരു ലക്ഷ്യമില്ല, അവർ ചുമ്മാ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. They are taking a walk. അവർ സാധാരണയായി നടന്നുകൊണ്ടിരിക്കുകയാണ്, നടക്കാൻ പോവുക, അവർ നടക്കാൻ പോകുന്നു. ചുമ്മാ ഇവിടെ വരെ. They don't have a purpose for their journey. അവരുടെ പോകുന്നതിന്റെ ഉദ്ദേശം അവർക്കറിയത്തില്ല. The journey of life should not be like that. നമ്മുടെ ജീവിതത്തിന്റെ യാത്ര ഒരിക്കലും അങ്ങനെ ആയിരിക്കരുത്. If I am asking you, why are you living here? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്? ബ്രദറെ, ജനിച്ചു പോയില്ലേ, ജീവിക്കാതിരിക്കാൻ പറ്റുമോ? ചുമ്മാ ജീവിക്കുന്നു. You should not be saying that. അങ്ങനെ ഒരു ഉത്തരം നിങ്ങൾ പറയരുത്. You should have a purpose in your life. നിങ്ങളുടെ ജീവിതത്തിൽ ജീവിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ടായിരിക്കണം. We all should be living for Christ because he gave his life for us. നമ്മളെല്ലാവരും ക്രിസ്തുവിന് വേണ്ടി ആയിരിക്കണം ജീവിക്കേണ്ടത്, കാരണം ക്രിസ്തു തന്റെ ജീവനെ നമുക്ക് വേണ്ടി തന്നവനാണ്. Hallelujah. Hallelujah. So in the beginning he was living for his religion. അദ്ദേഹം പൗലോസിന്റെ ജീവിതത്തിന്റെ ആരംഭകാലത്ത് താൻ തന്റെ മതത്തിന് വേണ്ടിയാണ് ജീവിച്ചത്. But today he says, I am not living for any religion. Now religions are good, okay, very good. They are teaching very good things, but I am living for, not for a philosophy, not for a school of thought, not for a religion, but I am living for a person,
the lover of my soul. ഇവിടെ പൗലോസ് പറയുകയാണ്, ഞാനൊരു മതത്തിന് വേണ്ടിയല്ല ജീവിക്കുന്നത്. മതങ്ങൾ എപ്പോഴും നല്ലതാണ്, മതങ്ങൾ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. പക്ഷേ ഞാൻ ജീവിക്കുന്നത് എന്തെങ്കിലും ഒരു തത്വശ്വാസത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിലോസഫിക്ക് വേണ്ടിയോ അല്ല. ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ്. Hallelujah. ഹല്ലേലൂയ. Lift your right hand and shout it out. I am living for Christ. വലത് കരം ഉയർത്തിക്കൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞാലും ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു. And Christ is living in me. അത് മാത്രമല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. Paul is writing in Romans chapter 6. അതേ പൗലോസ് തന്നെ റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നു, Not only that we are crucified with Christ, we are dead with Christ. അവിടെ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുക മാത്രമല്ല, ക്രിസ്തുവിനോട് കൂടെ നമ്മൾ മരിച്ചിരിക്കുക കൂടിയാണ്. Not only that we are dead with Christ, we are buried with Christ. ക്രിസ്തുവിനോടൊപ്പം നമ്മൾ മരിക്കുക മാത്രമല്ല, ക്രിസ്തുവിനോട് കൂടെ നമ്മൾ കുഴിച്ചിടപ്പെട്ടിരിക്കുക കൂടിയാണ്. Not only that we are buried with Christ, we are also risen with Christ. നമ്മൾ ക്രിസ്തുവിനോട് കൂടെ കുഴിച്ചിടപ്പെട്ടിരിക്കുക മാത്രമല്ല, ക്രിസ്തുവിനോടൊപ്പം നമ്മൾ ഉയർത്തെഴുന്നേറ്റിരിക്കുക കൂടിയാണ്. Hallelujah. ഹല്ലേലൂയ. Not only that we are resurrected with Christ, we are ascended to heaven to the throne of God. Colossians chapter 3 verse number 1 onwards, we are ascended to heaven with Christ. ക്രിസ്തുവിനോട് കൂടെ നമ്മൾ ഉയർപ്പിക്കപ്പെട്ടിരിക്കുക മാത്രമല്ല, നമ്മൾ ക്രിസ്തുവിനോടൊപ്പം സ്വർഗത്തിലേക്ക് കരേറി പോയിരിക്കുകയാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം മുതൽ നമുക്കത് കാണുവാൻ കഴിയുന്നതാണ്. We are always thinking about what is happening on the right hand side of the Father where Jesus is seated. നമ്മൾ എല്ലാ സമയത്തും നമ്മൾ ക്രിസ്തുവിനോടൊപ്പം പിതാവിന്റെ വലത് ഭാഗത്ത് ക്രിസ്തുവിനോടൊപ്പം നമ്മൾ ഇരിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. These are all spiritual experiences Paul had. ഇതാണ് പൗലോസിന് തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആത്മീകമായ അനുഭവങ്ങൾ. How many of you are married? ഇവിടെ ഇരിക്കുന്ന എത്ര പേർ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞിട്ടുണ്ട്? Can I see your hands? നിങ്ങളുടെ കരങ്ങളൊന്ന് കാണട്ടെ. Majority are married people. ഇവിടെ ഇരിക്കുന്ന അതിൽ ഭൂരിഭാഗവും കല്യാണം കഴിച്ചവരാണ്. Marriage means a man and a woman living together under one roof. അത് വിവാഹം എന്ന് പറയുന്ന ഒരു സ്ത്രീയും പുരുഷനും നിയമപരമായി ഒരു വീടിന്റെ കീഴിൽ അവർ താമസിക്കുന്നതിനെയാണ്. And before marriage they have a lot of dreams. വിവാഹത്തിന് മുമ്പ് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒത്തിരി സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. After marriage they go through a lot of struggles. ആ വിവാഹത്തിന് ശേഷം അവരുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ അവിടെ കടന്നു പോവുകയാണ്. Main struggle is that within days they realize that my wife is different from me, my husband is different from me. വിവാഹത്തിന് ശേഷം അതിന്റെ തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ തന്നെ നമ്മൾ തിരിച്ചറിയുകയാണ്, എൻ്റെ ഭർത്താവ് എന്നിൽ നിന്ന് വ്യത്യസ്തനാണ്, എൻ്റെ ഭാര്യ എന്നിൽ നിന്ന് ഒത്തിരി വ്യത്യാസമുള്ള വ്യക്തിയാണ്. The first breakfast comes. ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ആദ്യത്തെ പ്രഭാത ഭക്ഷണം വരികയാണ്. Wife says, I like dosha. ഭാര്യ പറയുകയാണ്, എനിക്ക് ദോശയാണ് ഇഷ്ടം. But the husband says, I like idli. ഭർത്താവ് പറയുകയാണ്, എനിക്ക് ഇഡ്ഡലിയാണ് ഇഷ്ടം. Every day idli. എല്ലാ ദിവസവും എനിക്ക് ഇഡ്ഡലി Wife വേണം. says, every day dosha. ഭാര്യ പറയുന്നത് എല്ലാ ദിവസവും ദോശ ഉണ്ടാക്കാം. Finally dosha and idli becomes a new dish. അവസാനമായി ദോശയും ഇഡ്ഡലിയും കൂടെ ചേർന്ന് ഒരു പുതിയൊരു വിഭവം ഉണ്ടാകുകയാണ്. This is what is happening in many homes. ഇതാണ് പല വീടുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. So they find themselves that they have a lot of differences. അവർ മനസ്സിലാക്കിയാണ് അവരുടെ ജീവിതത്തിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. And after that, every day they find that the man is different from woman. അതിനുശേഷം ഓരോ ദിവസവും അവർ മനസ്സിലാക്കിയാണ് സ്ത്രീയും പുരുഷനും അവർ വ്യത്യസ്തരായ വ്യക്തികളാണ്. And in many marriages they decide to live together in spite of all these differences. എന്നാൽ പല വിവാഹങ്ങളിലും ഈ വ്യത്യസ്തമായ സ്വഭാവങ്ങൾക്ക് വിപരീതമായി അവർ ഒരുമിച്ച് ജീവിക്കുവാൻ വേണ്ടി അവർ തീരുമാനമെടുക്കുകയാണ്. In some marriages, എന്നാൽ ചില വിവാഹങ്ങളിൽ they think that my wife is totally different, this is not my match, I'm going to divorce. എന്നാൽ പല ആളുകളും ചിന്തിക്കുന്നത്, എൻ്റെ ഭാര്യ എനിക്ക് പറ്റുന്ന ഒരു വ്യക്തിയല്ല, അതുകൊണ്ട് ഞാൻ വിവാഹ മോചനം നേടാൻ പോവുകയാണ്. If any of you are thinking like that, repent, stop it. അങ്ങനെയുള്ള ആരെങ്കിലും ഇവിടെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ഇത് ഇവിടെ വെച്ച് മാനസാന്തരപ്പെടുകയാണ്. Hallelujah. ഹല്ലേലൂയ. If God gave you a spouse, you have to live till you die. ദൈവം നിങ്ങൾക്കൊരു ഭാര്യയെ, ഭർത്താവിനെ, ജീവിത പങ്കാളിയെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം വരെ അദ്ദേഹത്തോടൊപ്പം നിങ്ങൾ What ജീവിക്കേണ്ടതാണ്. I'm trying to say is that two people living together is a challenge. രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ഒരു വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാര്യമാണ്. Paul says, I am living together with Christ. പൗലോസ് ഇവിടെ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോടൊപ്പം
ജീവിക്കുകയാണ്. Who is Christ? ആരാണ് ക്രിസ്തു? He is the second one in the Holy Trinity. അദ്ദേഹമാണ് തൃത്വത്തിലെ മൂന്നാമനായ ദൈവം. God himself. അവൻ ദൈവം തന്നെയാണ്. Who is Paul? ആരാണ് പൗലോസ്? He's a human being. പൗലോസ് ഒരു സാധാരണമായ മനുഷ്യനാണ്. He was a sinner. അദ്ദേഹം ഒരു പാപിയായിരുന്നു. He was persecuting the Christian church and Christ himself. അദ്ദേഹം ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ സഭയെയും വളരെയധികം പീഡിപ്പിച്ചൊരു വ്യക്തിയായിരുന്നു. Now they are living together. എന്നാൽ ഇപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുകയാണ്. Not a man and woman, two human beings, but now here God, a man, are living together. ഒരു പുരുഷനും സ്ത്രീയും, അവർ മനുഷ്യരായ പുരുഷനും സ്ത്രീയും അങ്ങനെയല്ല അവർ ജീവിക്കുന്നത്. ദൈവവും മനുഷ്യനും അവർ ഒരുമിച്ച് ജീവിക്കുകയാണ്. Almighty God and a limited human being living together. സർവശക്തനായ ദൈവവും വളരെ പരിമിതികൾ നിറഞ്ഞ ഒരു മനുഷ്യനും ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. Always remember, according to the Bible, in a home, the husband has the final say. He is the head of the family. ബൈബിൾ പഠിപ്പിക്കുന്നത് ഒരു കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യ സ്ഥാനത്തുള്ള വ്യക്തി എന്ന് പറയുന്നത് ആ വീട്ടിലെ ഹസ്ബൻഡ് ആണ്, ഭർത്താവാണ്. There may be conflicts, there may be a disagreement, but finally the husband will say the final thing. കുടുംബത്തിന്റെ അകത്ത് ഒത്തിരി വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷേ അവസാനത്തെ വാക്ക് പറയേണ്ടത് ഭർത്താവായിരിക്കണം. In the same way, അതുപോലെ തന്നെ when we live with Christ, Christ is the head. അതുപോലെ തന്നെ നമ്മൾ ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുമ്പോൾ ക്രിസ്തുവാണ് നമ്മുടെ തല. Everybody say, Christ is my head. എല്ലാവരും ചേർന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണ് എൻ്റെ തല. In other words, I have to be submissive to Christ. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഞാൻ ക്രിസ്തുവിന് കീഴടങ്ങി ജീവിക്കേണ്ടതാണ്. It is not my will, it's not my wish, it's not my desire, it's not my expectation, it is His. എൻ്റെ ആഗ്രഹങ്ങളല്ല, എൻ്റെ പ്രതീക്ഷകളല്ല, എൻ്റെ സ്വപ്നങ്ങളല്ല, പക്ഷെ ക്രിസ്തുവിന്റെ ഹിതത്തിനനുസരിച്ച് ഞാൻ ജീവിക്കേണ്ടതാണ്. That's why Paul says, I no longer live. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാനല്ല ഇനി ജീവിക്കുന്നത്. I stopped living. ഞാൻ ജീവിക്കുന്നത് നിർത്തുകയാണ്. But Christ is living in me. ക്രിസ്തു എന്നിൽ ജീവിക്കുകയാണ്. What a blessed life. എത്ര അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്. ഇന്ന് നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. രോഗികളെ കർത്താവ് സൗഖ്യമാക്കും. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ ചെയ്തെങ്കിൽ ഇന്നും അത് ചെയ്യും. മിറക്കിൾസ് ആർ ഹാപ്പനിങ് ഈവൻ ടുഡേ ബിക്കോസ് ദ മിറക്കിൾ വർക്കർ ഈസ് അലൈവ്. ദിസ് ഈസ് യുവർ ടേൺ. ജസ്റ്റ് ബിലീവ് ഇൻ യുവർ ഹാർട്ട്. കർത്താവെ, തിരുനാമത്തിൽ വലിയൊരു അനുഗ്രഹത്തെ അങ്ങ് ചൊരിയണമേ. രോഗികളെ അങ്ങ് സൗഖ്യമാക്കണം. ഞാനിത് പറയുന്ന സമയത്ത് കിടപ്പിലായിരിക്കുന്ന ചില രോഗികൾ ഈ എഴുന്നേൽക്കുമോ എന്നുള്ളതിൽ വിശ്വാസമില്ല, പ്രത്യാശയില്ല. അതുപോലെ നിങ്ങൾ കിടപ്പിലാണ്. എന്നാൽ കർത്താവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യേശു കർത്താവിൻ്റെ കയ്യിൽ പിടിച്ച് പൂർണ്ണ സൗഖ്യത്തോടെ എഴുന്നേൽക്കാൻ ഇപ്പോൾ തന്നെ കർത്താവെ ആ വിശ്വാസം അവരുടെ ഹൃദയത്തിലുണ്ടാകട്ടെ. അവർ എഴുന്നേൽക്കട്ടെ ഇൻ ജീസസ് നെയിം. പ്രത്യേകിച്ച് നട്ടലിനെ സാരമായി തളർത്തിക്കളഞ്ഞിരിക്കുന്ന ഒരു രോഗം, നട്ടലിനകത്ത് ആ സ്പൈനൽ കോഡിനുള്ള ചില പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. അതുപോലെ ഈ വാരിയെല്ലുകൾക്ക് തകരാറുള്ള ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്. മറ്റൊരു സൗഖ്യം, ഈ താടിയല്ല ജോ ബോൺ, അത് ചില സമയത്ത് തെറ്റിപ്പോവുകയും ഫേസ് തന്നെ ഒരു ഭാഗത്തേക്കായി പോകുന്ന ഒരു വ്യക്തിയെ പൂർണ്ണമായി കർത്താവ് സൗഖ്യമാക്കുന്നു. It will not come back again. In Jesus' name, in Jesus' name, in Jesus' name. അത് ശരിയായ പൊസിഷനിൽ നിൽക്കട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ കണ്ണുകളുടെ രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കുന്നു. സ്മെല്ല് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വ്യക്തി തൽക്ഷണം സൗഖ്യമാകും ജീസസ് നെയിം. ടേസ്റ്റ് രുചിച്ചറിയാൻ കഴിയാത്ത ചില വ്യക്തികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അലർജികൾ സൗഖ്യമാകട്ടെ. ക്യാൻസർ സൗഖ്യമാകട്ടെ. ഹാർട്ടിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഡയബറ്റീസ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഹെപ്പറ്റൈറ്റിസ് ബി യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കൊളസ്ട്രോൾ ലെവലിൽ വലിയ പ്രയാസമുള്ളവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം. വലിയ വിടുതലുകൾ കർത്താവ് നൽകിക്കൊണ്ടിരിക്കുക. രാജീവ് എന്ന പേരുള്ളൊരു സഹോദരനെ കർത്താവ് ഈ സമയത്ത് കാണുന്നു. ശ്വാസകോശത്തെ ബാധിച്ചിരിക്കുന്ന ഒരു രോഗത്തിൽ നിന്ന്
കർത്താവ് രാജീവനെ ഇപ്പോൾ പുറത്തെടുക്കുന്നു ഇൻ ജീസസ് നെയിം. ഒരു രാജീവിന് വേണ്ടി അത് ചെയ്യാമെങ്കിൽ ആർക്ക് വേണ്ടിയും ചെയ്യുവാൻ യേശുവിന് സാധിക്കും. അതുകൊണ്ട് എല്ലാവരും വിശ്വസിക്കുക ഇൻ ജീസസ് നെയിം. വിടുതൽ ഇപ്പോൾ തന്നെ നടക്കട്ടെ. ആസ്മ രോഗം സൗഖ്യമാകട്ടെ. വെരിക്കോസ് വെയിൻ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പൈൽസ് രോഗത്താൽ ബുദ്ധിമുട്ടുന്നവർ ഇപ്പോൾ തന്നെ സൗഖ്യത്തെ സ്വീകരിക്കുക. താങ്ക് യു ജീസസ്. കർത്താവ് കൊടുത്ത എല്ലാ വിടുതലുകൾക്കുമായി നന്ദി പറയുന്നു. സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിച്ചുകൊണ്ട് എന്താണോ നിങ്ങളുടെ പ്രയാസം അത് യേശുവിനോട് പറയുക. കർത്താവ് അവരോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിഷയങ്ങൾക്ക് മറുപടി ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇന്ന് യൂത്ത് അൺലിമിറ്റഡ് നാഷണൽ കോൺഫറൻസ് കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിൽ ആരംഭിക്കുകയാണ്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാവരും തന്നെ നേരത്തെ തന്നെ എത്തിച്ചേരുക. ഐ ബിലീവ് ദീസ് 3 days ആർ ഗോയിങ് ടു ബി റിയലി ഫാൻറ്റാസ്റ്റിക് ആൻഡ് ജീസസ് ഈസ് ഗോയിങ് ടു ബിൽഡ് അവർ യൂത്ത്. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഒരാളോടെങ്കിലും പറയുക. God bless you. Bye-bye.